നമ്മുടെ കാർഷിക മേഖല എങ്ങോട്ടാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഇന്നലെ കുട്ടനാട്ടിൽ നിന്നുള്ള ഒരു കർഷക നേതാവിന്റെ ഒരു ഫോൺ എന്നെ ഒന്ന് ഫോണിൽ വിളിച്ചു. അദ്ദേഹം സോണി പുളിങ്കുന്ന്, അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. വലിയ സങ്കടത്തോടെ, അതായത് അദ്ദേഹത്തിന്റെ ഞരക്കം, മനസ്സിലെ ഞരക്കം എനിക്ക് അനുഭവപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. കാരണം എന്തു പറ്റി സോണി എന്ന് ഞാൻ ചോദിക്കുമ്പോൾ, ഞാൻ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാലിൽ ഒരു വലിയ കുപ്പിച്ചില്ല് കയറി. ഇനി ഒരു 6 മാസത്തേക്കെങ്കിലും എനിക്ക് വയലിൽ യാതൊരു ജോലിയും ചെയ്യാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞാണ് ആ കർഷക നേതാവ് സത്യം പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് എന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പൊ അദ്ദേഹം കൃഷിയെപ്പറ്റി പറയുന്നതിന് മുൻപ് എന്നോട് ചോദിച്ചത്, ടീച്ചറെ, ഈ പറയപ്പെട്ട പ്ലാസ്റ്റിക് ആണോ അതെയോ കുപ്പിയാണോ വലിയ മലിനീകരണം? അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ടും മലിനീകരണം തന്നെയാണ്. പ്ലാസ്റ്റിക് നമുക്ക് ഇങ്ങനെയുള്ള മുറിവുകളൊന്നും സൃഷ്ടിക്കാൻ സാധാരണ രീതിയിൽ പറ്റില്ല. മറിച്ച് കുപ്പിച്ചില്ലിനാണെങ്കിൽ മുറിവുണ്ടാക്കാം. ആ മുറിവ് നമ്മളെ മരണത്തിലേക്ക് പോലും, അതുകൊണ്ട് കുപ്പി കൊണ്ട് തന്നെ കുത്തിയും കുപ്പിച്ചില്ല് കൊണ്ട് കുത്തി ഇടിച്ചുമൊക്കെ മനുഷ്യരെ കൊല്ലാറുമുണ്ട്. അപ്പൊ അങ്ങനെ കുപ്പിച്ചില്ലാണ് പെട്ടെന്ന് കൂടുതൽ മാരകം. പക്ഷേ പ്ലാസ്റ്റിക്കും പ്രകൃതിയെ പതുക്കെ പതുക്കെ കൊന്നുകൊണ്ട് തന്നെ ഇരിക്കും, അതും മാരകം തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം സോണിയുടെ അഭിപ്രായത്തില് പ്ലാസ്റ്റിക് കുറച്ചു കാലം കഴിയുമ്പോഴത്തേനും പതുക്കെ ദ്രവിച്ച് മണ്ണിനോട് ചേരും. പക്ഷെ അതിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ സോണിയോട് വാദിക്കാൻ പോയില്ല. അതും പരിസ്ഥിതിയെ മലീമസമാക്കും എന്ന് പറഞ്ഞ് ഞാൻ വാദിക്കാൻ പോയില്ല. കാരണം അദ്ദേഹത്തിന്റെ കാലിൽ കയറിയ കുപ്പിച്ചില്ലിന്റെ വേദന എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് ഞാനിങ്ങനെ വേദം ഓതുന്നതിൽ ഒരു കാര്യവുമില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്: ഈ കുപ്പിച്ചില്ലുകൾ എവിടുന്ന് വരുന്നു എന്ന് ഞാൻ ടീച്ചറിനോട് പറയണം? നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് മദ്യം സേവിച്ച് വയലിന്റെ വരമ്പത്തും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കൂട്ടുകൂടി മദ്യസേവ നടത്തിയിട്ട് ആ കുപ്പി തല്ലിപ്പൊട്ടിച്ചോ അല്ലെങ്കിൽ തല്ലി പൊട്ടിക്കാതെയോ ആ വയലിലേക്ക് തന്നെ എറിയുന്നു, അല്ലെങ്കിൽ വരമ്പത്ത് കളഞ്ഞിട്ട് പോകുന്നു. അത് ക്രമേണ തട്ടിയും മുട്ടിയും അതിലേക്ക് പോകുന്നു. ട്രാക്ടർ കൊണ്ട് ഉഴുതാലും എങ്ങനെയാണെങ്കിലും ആ കുപ്പി പൊട്ടി ചില്ലുകള് അതിൽ കിടക്കുന്നു. അങ്ങനെ എത്രയോ 1000 കണക്കിന് ആൾക്കാരുടെ കാലിലും ദേഹത്തും കയ്യിലും ഒക്കെ കുപ്പിച്ചില്ല് കയറുന്നു എന്ന് ടീച്ചറിന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെനിക്ക് അത്രയും അറിഞ്ഞുകൂടായിരുന്നു സോണി എന്ന് പറയുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും വയലിലിറങ്ങി ഞാറ് നടുകയും പറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ പോലെ മദ്യം കഴിച്ച കുപ്പി എറിയുന്ന ചുറ്റുപാടല്ലായിരുന്നു. അപ്പൊ ഞാനിപ്പോ എന്നോട് സോണിച്ചൻ ചോദിക്കുകയായിരുന്നു, എൻ്റെ പൊന്ന് ടീച്ചറെ, ഒരു കുപ്പിത്തൊട്ടിൽ, അമ്മത്തൊട്ടിൽ പോലെ ഒരു കുപ്പിത്തൊട്ടിൽ വഴിയോരങ്ങളില് എല്ലായിടത്തും സ്ഥാപിക്കാമോ എന്ന് ഗവൺമെന്റിനോട് ഒന്ന് ചോദിക്കാമോ എന്ന്. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, ഈ വയലേലകളിലൊക്കെ കുപ്പിത്തൊട്ടിലുകൾ സ്ഥാപിക്കാമോ? കാരണം ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് മദ്യവിൽപ്പന നിർത്താമോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിന്റെ 25% മുതൽ 30% വരെ 25% മുതൽ 30% വരെ ലഭിക്കുന്നത് മദ്യവിൽപ്പനയിൽ നിന്നാണ്. അപ്പൊ ഈ മദ്യവിൽപ്പന നിർത്താമോ ഗവൺമെന്റ് എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് ഈ സോണിച്ചൻ പുളിങ്കുന്നിനോടൊപ്പം കുപ്പിത്തൊട്ടിലുകൾ സ്ഥാപിക്കാമോ ഗവൺമെന്റ് എന്ന് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. എന്നിട്ട് സോണിച്ചൻ അതുകൊണ്ട് മാത്രം നിർത്തിയില്ല. അദ്ദേഹം ഒരു കർഷക നേതാവാണ്. കൃഷിയിൽ നിന്ന് 6 മാസത്തേക്ക് ഇനി എനിക്ക് വയലിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള ദുഃഖം കടിച്ചമർത്തുമ്പോൾ തന്നെ അദ്ദേഹം വേറെ ഒരു വലിയ സങ്കട കടലിലേക്കാണ് എന്നെ കൈപിടിച്ചു കൊണ്ടുപോയത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ടീച്ചറെ, ഇക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 1,74,000 ഹെക്ടറിൽ നെൽകൃഷി നടക്കുന്നു കേരളത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 1,10,000 ഹെക്ടറിന്റെ ചുറ്റുവട്ടത്തിലാണ് മാക്സിമം കാണുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എവിടെയോ ഇരുന്ന് കണക്കുകൾ ഉണ്ടാക്കി ഇക്കണോമിക് റിവ്യൂവിലേക്ക് ഇടുകയാണ്. ഇതൊന്നും സത്യസന്ധമായ കണക്കുകളല്ലെന്ന്.
അപ്പൊ ഞാൻ സോണിച്ചനോട് പറഞ്ഞു, സോണിച്ച, 1980-81 കാലഘട്ടത്തിൽ 8,70,75,000 ഹെക്ടറോളം നെൽകൃഷി കേരളത്തിൽ ഉണ്ടായിരുന്നു. അതും എക്കണോമിക് റിവ്യൂ തന്ന കണക്കാണ് കേട്ടോ, അല്ലാതെ ഞാൻ പോയി കണ്ടെടുത്തതല്ല. ഉണ്ടായിരുന്നു. അത് ഇപ്പൊ 1,74,000 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ നാം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിലേക്ക് വെളിച്ചം വീശുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ എന്താണ് പറഞ്ഞത്? നമുക്കറിയാം, നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞത്, എന്തിനാണ് കുട്ടനാട്ടുകാരൻ മന്ത്രിയാണേ പറഞ്ഞത്, എന്തിനാണ് കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്നത്? നമുക്ക് ആന്ധ്രയിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെ അരി കിട്ടുകയില്ലേ എന്ന്. അതായത് ഇവിടെ ഈ പെസ്റ്റിസൈഡിന്റെ അംശം പരിശോധിക്കുന്ന എല്ലാ ഏജൻസീസും, അതായത് ഫസൈ ഏജൻസീസിന്റെ സംസ്ഥാന ഘടകം, ഗവൺമെന്റിലുള്ള ഘടകങ്ങളൊക്കെ നോക്കുമ്പോൾ പറയാറുണ്ട്, എന്തുമാത്രം വിഷാംശമാണ് നാം കഴിക്കുന്ന പച്ചക്കറികളിലും നാം കഴിക്കുന്ന എല്ലാ ഭക്ഷ്യോൽപ്പന്നങ്ങളിലും ഉള്ളത് എന്ന്. ഏറിയും കുറഞ്ഞും, അതായത് ആരോഗ്യശാസ്ത്രം അനുവദിക്കുന്നതിനേക്കാൾ വളരെ ഉയർന്ന കണക്കിലുള്ള പെസ്റ്റിസൈഡ് കണ്ടന്റ് ആണ് നാം പെസ്റ്റിസൈഡും അതുപോലെ എല്ലാ തരത്തിലുള്ള കീടനാശിനി, പെസ്റ്റിസൈഡ്സ് മാത്രമല്ല, ഈവൻ പ്രകൃതിദത്തമായി വേറെയും പല മാലിന്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളിടത്താണ് നമ്മുടെ കൃഷി എന്തിന് എന്ന ഒരു ചോദ്യം ഒരു മന്ത്രിയിൽ നിന്ന് തന്നെ വരുന്നത്. അപ്പൊ വിഡ്ഢികളായ നമ്മളെ ഭരിക്കാൻ പരമവിഡ്ഢിയായ മന്ത്രി ഉണ്ടാകുന്നു എന്ന് നാം ഊറ്റം കൊള്ളേണ്ടവരാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ 1,10,10,000 1,74,000 ഹെക്ടർ എന്തുമാകട്ടെ, ഓർക്കണം, 1975 നമ്മുടെ ആവശ്യത്തിന്റെ 40% നെല്ല് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇപ്പോഴോ നമ്മുടെ ആവശ്യത്തിന്റെ 10 മുതൽ 15% വരെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പൊ കേരളത്തിലേക്ക് കയറ്റി അയക്കാനാണെങ്കിൽ പെസ്റ്റിസൈഡ് ഒക്കെ ഇഷ്ടം പോലെ ഇട്ടോളൂ. കാരണം എന്താണ്? ഒരു കേടുമില്ലാതെ നല്ല വിളവ് കിട്ടണം. അത് മാത്രമാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾക്ക് ഒക്കെ ഉള്ളത്. അങ്ങനെയാണ് ഇത്രയധികം പെസ്റ്റിസൈഡ് കണ്ടന്റ് ഉള്ള എല്ലാ ഉൽപ്പന്നങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന, വെജിറ്റബിൾസും ഒക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന. അപ്പോഴാണ് നമ്മുടെ വയലുകൾ തരിശിട്ടുകൊണ്ട് ഇതുപോലെ ഉള്ള പരിസ്ഥിതി മലിനീകരണവും മറ്റും സംഭവിക്കുന്നത്. അപ്പോഴാണല്ലോ നമ്മൾ ഓർക്കണം, ഇന്ത്യയുടെ കാർഷിക വികസനത്തിന് വേണ്ടി വേൾഡ് ബാങ്ക്, അതായത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അനുവദിച്ച വലിയ ഒരു വായ്പ, ആ വായ്പയുടെ കേരളത്തിന്റെ ആദ്യ ഗഡു കിട്ടിയത് കാർഷിക മേഖലയിലേക്ക് കാണിക്കാതെ തന്നെ വകമാറ്റി ചെലവഴിച്ച, കർഷകരെ സ്നേഹിക്കുന്ന നല്ലൊരു ഗവൺമെന്റ് ആണ് നമുക്കുള്ളത്, ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റ് ആണ് നമുക്കുള്ളത് എന്ന കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ആ ഗവൺമെന്റ് തന്നെ വീണ്ടും വീണ്ടും ഭരണത്തിൽ വന്ന് കേരളത്തെ നന്നാക്കി വളർച്ചയിലേക്ക് കൊണ്ടുപോകണം. വികസിത് ഭാരത് എന്ന് കേന്ദ്രം പറയുന്നത് പോലെ വികസിത് കേരള, അതിന് സൗകര്യം ഒരുക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ അറിഞ്ഞില്ലേ, നമ്മുടെ ഈ കേര, അതായത് നമുക്ക് സംസ്ഥാനത്തിന്റെ ഗഡുവായിട്ട് കിട്ടിയ ആ വായ്പ കാർഷിക മേഖലയ്ക്ക് കണ്ടതേയില്ല, കിട്ടിയതേയില്ല എന്ന ഒരു വശത്ത് നിൽക്കുന്നു. എന്നിട്ട് ആ IAS ഓഫീസർ, അതിന്റെ തലപ്പത്തിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയായ B അശോകിനെ എത്ര കണ്ട് പീഡിപ്പിച്ചു എന്നുള്ളതും പത്രങ്ങളിൽ വഴിയായിട്ട് നമ്മൾ അറിഞ്ഞതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ആ പണം എത്തിയിരുന്നെങ്കിൽ അത് കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ആ ഫണ്ട് എത്തിയില്ല. അതിന്റെ മുറുമുറുപ്പ് അദ്ദേഹം കാണിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ നെട്ടോട്ടം ഓടിച്ച് ഇപ്പോഴും നിലത്ത് നിർത്താതെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലാണ് ഈ സോണിച്ചൻ പുളിങ്കുന്ന്. സോണിച്ചനോട് എനിക്ക് ഈ B അശോകിന്റെ കാര്യം ഒന്നും പറയാനൊത്തില്ല കേട്ടോ. അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങളും അതൊക്കെ പോട്ടെ, അതൊക്കെ സോണിച്ചൻ അനുഭവിക്കുന്ന ക്ലേശങ്ങളുമായിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കർഷകൻ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ വളരെ നിസാരമായ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് നമ്മളോ നമ്മുടെ ഓഫീസർമാരോ IAS ഓഫീസർമാരോ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സോണിച്ചൻ എന്താണ് പറഞ്ഞത്? സോണിച്ചൻ പറയുകയായിരുന്നു, കർഷകരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് എന്ന്. അതായത് എങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നു? മിനിമം സപ്പോർട്ട് പ്രൈസ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നു. കേന്ദ്ര ഗവൺമെന്റ് തരുന്നതിനോടുകൂടി സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം തരുന്നു. അങ്ങനെ 2 വിഹിതവും കൂടി തരുന്ന ഒരു ചാർട്ട് എനിക്ക് സോണിച്ചൻ അയച്ചു തന്നു. ആ ചാർട്ട് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കും. മുഴുവൻ കാലത്തെ ഇല്ല, 2020, അതായത് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ്
നമ്മുടെ സ്വാമിനാഥൻ MS സ്വാമിനാഥൻ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് 2004 അത് 2006 നിലവിൽ വരുന്നത് 24 പിന്നെ വിളകൾക്കാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നത്. കേരളത്തിൽ നിന്ന് ഇപ്പോൾ ആ മിനിമം സപ്പോർട്ട് പ്രൈസ് കിട്ടുന്ന 3 ഉൽപ്പന്നങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, 2 എന്ന് വേണമെങ്കിലും പറയാം. അരിയും കൊപ്രയും മാത്രം. കൊപ്രയെ ഉണ്ടക്കൊപ്ര എന്നും അല്ലാത്ത കൊപ്ര നാളികേരം എന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ 3 എന്ന് പറയാം, അല്ലെങ്കിൽ 2 എന്ന് പറയാം എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് നെല്ലിന്റെ കാര്യം എടുക്കാം. അതാണ് സോണിച്ചൻ എന്നെ പ്രത്യേകം. സോണിച്ചൻ ഒരു നെൽ കർഷകനാണ്. ആ നെൽകർഷകരുടെ ദുരിതമാണ് നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്ത ദുരിതം. അപ്പൊ ആ നെൽകർഷകന്റെ ദുരിതം തന്നെ നമുക്കൊന്ന് നോക്കാം. സോണിച്ചൻ പറയുന്നത് ഈ സപ്പോർട്ട് പ്രൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എന്താണ് പാഡി റെസീറ്റ് ഷീറ്റ് ബാങ്കിൽ കൊണ്ടുപോയി പണയപ്പെടുത്തി വേണം ഈ നെല്ല് അളന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ നെല്ല് അളന്നു കൊടുത്തതിന്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് എങ്ങനെയാണ് കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നേരിട്ട് പണമായിട്ട് കൊടുത്ത കർഷകരെ ആദരിക്കേണ്ടതിന് പകരം ഒരു ക്രെഡിറ്റ് കാർഡ്, അതായത് ഒരു പാഡി റെസീറ്റ് ഷീറ്റ്, നെല്ല് റിസീവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് കൊടുക്കുക. അത് കാണിച്ചാൽ ബാങ്കുകൾ വായ്പ കൊടുക്കും. അതാണ് പാഡി റെസീറ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പാഡി റെസീറ്റ് ഷീറ്റ് കൊടുത്ത് അതുകൊണ്ട് ചെന്ന് വായ്പ കിട്ടാതെ സൂയിസൈഡ് ചെയ്ത കേസസ് കുട്ടനാട്ടിൽ നിന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടതാണ്. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാലക്കാട്ടും ഒക്കെ കർഷകർ, പാലക്കാട്ടും കുട്ടനാട്ടും ശരിയായ കൃഷിയുള്ളത്, തൃശ്ശൂരും. അപ്പൊ ഈ കോൾ നിലങ്ങൾ, അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലെയുള്ള മരണങ്ങൾ കേൾക്കാറുണ്ട്. കാരണം അവരെയൊക്കെ ആക്ഷേപിക്കുന്ന, നെല്ല് കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് നെല്ല് അളന്നു കൊടുക്കുമ്പോൾ അവർക്ക് ആദരവിന് പകരം, പണത്തിന് പകരം, ആദരവൊന്നും കൊടുക്കണ്ട, ലാൽ സലാം ഒന്നും വേണ്ട, പക്ഷെ പണം കൊടുക്കണം. ആ പണം പോലും കൊടുക്കാതെ പാഡി റെസീറ്റ് ഷീറ്റ് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എന്നിട്ടും അവിടെയും ഏത് തരത്തിലുള്ള ചതിവാണ് ചെയ്യുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട കർഷകരെ, മലയാളികളെ മനസ്സിലാക്കുക. അതായത് സെൻട്രൽ ഗവൺമെന്റ് ആണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഫിക്സ് ചെയ്തത്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റെക്കമെൻഡ് ചെയ്തതനുസരിച്ച് 2006 മുതൽ മിനിമം സപ്പോർട്ട് പ്രൈസ് നിലവിലുണ്ട്. 2021, 22, 23, 24 ഈ 3 വർഷത്തെ സപ്പോർട്ട് പ്രൈസിന്റെ ലിസ്റ്റ് ആണ് എനിക്ക് സോണിച്ചൻ അയച്ചു തന്നത്. 2021, 22 മിനിമം സപ്പോർട്ട് പ്രൈസ് കേന്ദ്രത്തിന്റെ വിഹിതം 19 രൂപ 40 പൈസ, സംസ്ഥാനത്തിന്റെ വിഹിതം 9 രൂപ 32 പൈസ, രണ്ടും കൂടി ടോട്ടൽ എത്രയാണ്? 28 രൂപ 72 പൈസ. അതായത് 2021, 22 കാലഘട്ടത്തിൽ കർഷകർക്ക് കിട്ടിയ മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ് 28 രൂപ 72 പൈസ എന്ന് പറയുന്നത്. അങ്ങനെ 28 രൂപ 72 പൈസ. ഇനി 22, 23 അന്ന് 20 രൂപ 40 പൈസ. അതായത് 1 രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷം കൊണ്ട് കൂട്ടിയത്. 20 രൂപ 40 പൈസ. സംസ്ഥാന ഗവൺമെന്റ് 9 രൂപ 52 പൈസ. അപ്പൊ ആകെ എത്രയായി? 29 രൂപ 92 പൈസയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ആയിട്ട് നൽകിയത്. ഇനി 2023, 24 കണക്ക് നോക്കാം. കേന്ദ്ര ഗവൺമെന്റ് 21 രൂപ 83 പൈസ, അതായത് 20 രൂപ 40 പൈസയായിരുന്നത് 21 രൂപ 83 പൈസയായിട്ട് വർദ്ധിപ്പിച്ചു. സംസ്ഥാന ഗവൺമെന്റ് 9 രൂപ 52 പൈസയായിരുന്നത് 9 രൂപ 52 പൈസയായിട്ട് തന്നെ വച്ചു, ഒട്ടും കൂട്ടിയില്ല. അപ്പൊ എത്ര വന്നു? 31 രൂപ 55 പൈസയായിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് വർദ്ധിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് ഈ കർഷകരുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് മുൻപ് കൈകാര്യ ചെലവെന്ന് പറഞ്ഞിട്ട് ഒരു ചെലവ് ചുരുക്കലുണ്ട്. ആ ചെലവെല്ലാം ചുരുക്കി കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കർഷകന് കിട്ടുക. ആ എമൗണ്ട് ഈ വായിച്ച മിനിമം സപ്പോർട്ട് പ്രൈസിനേക്കാളും താഴെയായിരിക്കും എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റൊരു സങ്കടകരമായ കാര്യം 2023, 24, 25 വർഷങ്ങളില് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ച ആ സപ്പോർട്ട് പ്രൈസ്. മറ്റേ 2023, 24 നമ്മൾ കണ്ടു സംസ്ഥാന ഗവൺമെന്റ് ഒട്ടും വർദ്ധിപ്പിച്ചില്ല സപ്പോർട്ട് പ്രൈസ്. കേന്ദ്രം കൊടുത്തതിൽ നിന്ന് എന്താ പറയുക, മറ്റ് കൈകാര്യ ചെലവുകളൊക്കെ
തട്ടിക്കിഴിച്ച് ബാക്കിയാണ് കർഷകന് കൊടുത്തുള്ളൂ. ഇനി 23, 24, 25 വർഷങ്ങളില് കേന്ദ്ര ഗവൺമെന്റ് അല്പം ഒന്ന് കൂട്ടി, സംസ്ഥാന ഗവൺമെന്റ് അത്ര കണ്ട് കുറച്ചു. കേന്ദ്രം കൂട്ടിയത് 2 രൂപയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ വക കൊടുത്തിരുന്നത് 2 രൂപ കുറച്ചു. ഈ തരത്തിലാണ് ഇവിടെ മിനിമം സപ്പോർട്ട് പ്രൈസ് കർഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സോണിച്ചൻ ചോദിക്കുന്ന വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം, ഇതിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് അവിടെ കൊണ്ട് നിർത്തിയത്. അപ്പൊ സോണിച്ചൻ ചോദിച്ച 1-2 വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. എന്താണ് ഒരു ദിവസത്തെ കൂലി പണിക്കാരന് കേരളത്തിൽ കൊടുക്കേണ്ട കൂലി? കുട്ടനാട്ടില് അത് 800-നും 900-നും ഇടയ്ക്ക് വരുമെന്നാണ് സോണിച്ചൻ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്താണെങ്കിൽ 1250, 1300 ഒക്കെ ആകുന്നുണ്ട് സോണിച്ച എന്ന് പറഞ്ഞു. അത് പറമ്പ് കിളയ്ക്കാൻ വിളിക്കുമ്പോൾ, വയല് എനിക്കില്ലാത്തത് കൊണ്ട് വയലിലേക്ക് ആളെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് വയൽ കൃഷിക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും കുട്ടനാട്ടില് ഇത്തിരി ആശ്വാസം 800-നും 900-നും ഇടയ്ക്ക് നിൽക്കും. അതേ സമയത്ത് ഈ സപ്പോർട്ട് പ്രൈസ്, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന സപ്പോർട്ട് പ്രൈസ് കേരളത്തിന് ഉയർന്നതും വടക്കേ ഇന്ത്യയിൽ താഴ്ന്നതുമല്ല, ഒരേ സപ്പോർട്ട് പ്രൈസ് ആണ് ഇന്ത്യയിൽ ആകെ കൊടുക്കുന്നത്. എന്നിട്ട് കേരളത്തിലെ ഒരു ദിവസം ജോലിക്ക് ഒരാളെ വിളിച്ചാൽ കൊടുക്കേണ്ടത് 800-നും 900-നും ഇടയ്ക്ക് ആണ് എങ്കിൽ, നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയാൽ 350-ൽ കൂടില്ല. 350-ൽ കൂടില്ല എന്നുള്ളതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ്? ഞാൻ അങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള വസ്തുത, അതായത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ MGNREGP, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി 332 രൂപ, 332 രൂപയോ 33 രൂപയോ മറ്റാണ് ഇപ്പോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൂലി നിശ്ചയിച്ചിരിക്കുന്നത്? അതിനേക്കാൾ താഴെയാണ് വടക്കേ ഇന്ത്യയിലെ മിനിമം സപ്പോർട്ട് പ്രൈസ്. മൻരേഗയുടെ കൂലി ഓരോ പ്രാവശ്യവും ഫിക്സ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാ? നിലവിലിരിക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസിനേക്കാൾ ഉയർത്തിയാണ് ഫിക്സ് ചെയ്യുന്നത്. എന്തിനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ ഉയർത്തി ഫിക്സ് ചെയ്യുന്നത്? ആ തരത്തിലേക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് ഉയരാൻ. കാരണം അങ്ങനെ ഉയർത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ജോലിക്കാരെല്ലാവരും ഈ മൻരേഗ പദ്ധതിക്ക്, അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിൽ തൊഴിലിന് പോകും. അവിടെയാണ് ശമ്പളം കൂടുതലുള്ളത്. അപ്പൊ അത് പേടിച്ചിട്ട് നമ്മുടെ ലാൻഡ് ലോഡ്സും മറ്റുള്ളവരും ഒക്കെ ആ നിരക്കിലേക്ക് കൂലി വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് ഈ മൻരേഗയുടെ കൂലി കുറച്ച് കൂട്ടി ഇടയ്ക്കിടയ്ക്ക് കൂട്ടുന്നത്. അപ്പൊ അതിപ്പോ 332 രൂപയാണെങ്കിൽ അതിനേക്കാൾ താഴെയായിരിക്കും മിനിമം കൂലി. അപ്പൊ വടക്കേ ഇന്ത്യയിൽ 330 അല്ലെങ്കിൽ അതിൽ താഴെയോ കൂലിക്ക് പണിക്കാരെ കിട്ടുമെങ്കിൽ കേരളത്തില് 900 വരെ കൊടുത്താലേ കിട്ടുവൂ. അതിനും കൂടുതൽ കൊടുക്കണം. അതിപ്പോ അവിടെ മാത്രമാണ് ഈ 900. എനിക്ക് തോന്നുന്നു വയനാട് ജില്ലയിലും 800-നും 900-നും ഇടയ്ക്കാണ് കർഷകന് കൂലി കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ കൈ കെട്ടിയിരുന്നാൽ മതിയോ? കേന്ദ്രം തരുന്നത് ഞങ്ങൾ തരുന്നു എന്ന വീറോടെ കർഷകർക്ക് പാഡി റെസീറ്റ് ഷീറ്റായിട്ട് കൊടുക്കുക, സ്വന്തം പോക്കറ്റിൽ നിന്നൊന്നും ഇടാതെ കർഷകനെ ഇതൊക്കെ കേന്ദ്രമല്ല, ഇതൊക്കെ ഞങ്ങൾ തരുന്നതാണ് എന്ന വ്യാജേന പ്രലോഭിപ്പിച്ച് നിർത്തുകയാണോ വേണ്ടത്? അതോ ഈ തൊഴിലിലെ അന്തരം, അതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ് എന്ന് പറയുന്നത്. അതാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന ചെലവ്, ലേബർ കോസ്റ്റ് കൂടിയ കൃഷി എന്ന് പറയുന്നത് നെൽകൃഷിയാണ്. അപ്പൊ അങ്ങനെയുള്ള നെൽകൃഷിക്ക് ഇത്രയധികം ഉൽപാദന ചെലവ് ഉയർന്നു നിൽക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ, അതായത് കേന്ദ്ര ഗവൺമെന്റ് വടക്കേ ഇന്ത്യയിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടിട്ടാണ് ഫിക്സ് ചെയ്യുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് ഓഫ് റൈസ്. അത് തന്നെ കൊടുത്താൽ മതിയോ കേരളത്തിലും? തീർച്ചയായും കേരളത്തിലെ കർഷകർ ഇതിനു വേണ്ടി സമരം ചെയ്യുന്നുവെങ്കിൽ അവരുടെ മുൻനിരയിൽ തന്നെ ഇൻകുലാബ് വിളിക്കാൻ ഞാനും ഉണ്ടാകും. കാരണം കേരളത്തിലെ കർഷകർ ഉയർന്ന കൂലി, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ ഉയർന്നു നിൽക്കുകയാണ് ഇവിടെ. ആ സ്ഥിതിക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉയർന്നു നിൽക്കട്ടെ, തൊഴിലാളികൾക്ക് ഉയർന്ന കൂലി കൊടുക്കട്ടെ, എനിക്ക് അതിനോട് വിരോധമൊന്നുമില്ല. പക്ഷെ ഗവൺമെന്റ് അത് കണ്ടില്ലെന്ന് നടിക്കരുത്. അത് കണ്ടു എന്ന് നടിച്ചുകൊണ്ട് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തരുന്ന 28 രൂപ അല്ലെങ്കിൽ 20 രൂപ, ആ 20 രൂപയുടെ കൂടെ സംസ്ഥാന ഗവൺമെന്റ് കയ്യിൽ നിന്ന് അനുയോജ്യമായ രീതിയിൽ ഇവിടുത്തെ കൂലി നിലവാരം അനുസരിച്ച് അതിന്റെ ആ കേന്ദ്രം തരുന്ന അത്രയുമെങ്കിലും മിനിമം സപ്പോർട്ട് പ്രൈസ് ആയിട്ട് ഇവിടുന്ന് ഇടേണ്ടതാണ്. ഇവിടെ കാർഷിക വകുപ്പൊക്കെ 35 രൂപ ആയിട്ടെങ്കിലും ഉയർത്തണം എന്ന്
ആവശ്യപ്പെട്ടിട്ടുള്ളതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ കാർഷിക മന്ത്രിയും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ ഗവൺമെന്റിന്റെ കർണപുടങ്ങളിൽ അത് എത്തിയിട്ടുണ്ടാവില്ല. അതാണ്, എത്തിയാൽ തന്നെയും ഏറ്റിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ കാർഷിക മേഖലയുടെ ഈ ദുരവസ്ഥ, എല്ലാ കാർഷിക മേഖല സമഗ്രമായിട്ട് നോക്കുകയാണെങ്കിൽ റബ്ബറിനൊരു തറവില തരുമെന്ന് പറഞ്ഞിരുന്നു, അത് കൊടുക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. റബ്ബർ കർഷകരെല്ലാം റബ്ബർ വെട്ടി വിറ്റുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് നാച്ചുറൽ റബ്ബറിന്റെ വില ഉയരും. കാരണം അതൊരു ചാക്രികതയുള്ള ഉൽപ്പന്നമാണ്. അതായത് ഈ റബ്ബറെല്ലാം വെട്ടി നശിപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും നാച്ചുറൽ റബ്ബറിന്റെ ലഭ്യത കുറയും, വില കൂടി 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 മുകളിലേക്ക് പോകും. വില കൂടി മുകളിലേക്ക് പോയി വലിയ വിലയിലെത്തുമ്പോഴത്തേക്കും എല്ലാവരും റബ്ബർ നടാൻ തുടങ്ങും. ആ റബ്ബർ ഒരു 6 വർഷമായി റബ്ബർ വെട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും വില പതുക്കെ താഴാൻ തുടങ്ങും. അതായത് അതിന്റെ ക്വാണ്ടിറ്റി, ഉൽപാദനം കൂടുന്നതനുസരിച്ച് വില പിന്നെയും താഴേക്ക്. അപ്പൊ അങ്ങനെ ഒരു ചാക്രികതയുള്ള ഉൽപ്പന്നമാണ് എന്ന് റബ്ബർ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ അതിൽ പിടിച്ചു നിർത്താനുള്ള സേവനം പോലും റബ്ബർ ബോർഡോ മറ്റേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ ചെയ്യുന്നില്ല. കാർഷിക വകുപ്പിലെ ഉദ്യോഗസ്ഥരോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. ഇനി നമ്മൾ നാളികേരത്തിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കൂ. നാളികേരം ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലെ അതായത് ദേശീയ ശരാശരി വിലക്കയറ്റം 1.07 എത്തിയ സമയത്തും കേരളത്തിലെ ഗ്രാമങ്ങളിൽ 10% മുകളിലും പട്ടണങ്ങളിൽ 9% മുകളിലുമാണ് വിലപ്പെരുപ്പ നിരക്ക്. അത്ര ഉയർന്ന വിലക്കയറ്റ നിരക്കാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഈ തേങ്ങയുടെ വില നോക്കൂ. തേങ്ങയുടെ വില ഒരു 150-200 രൂപയ്ക്കൊക്കെ 1 കിലോ വെളിച്ചെണ്ണ കിട്ടുമായിരുന്നതാണ് 500 രൂപ വരെ കൊടുത്ത് നമ്മൾ ഈ കഴിഞ്ഞ ഓണത്തിനൊക്കെ മേടിക്കേണ്ടി വന്നത്. വെളിച്ചെണ്ണയ്ക്കകത്ത് മായം കലർത്തിയ വെളിച്ചെണ്ണ ടൺ കണക്കിന്, ആയിരക്കണക്കിന് ടൺ വെളിച്ചെണ്ണയാണ് പിടിച്ചെടുക്കേണ്ടി വന്നത്. ഇതൊക്കെ കേരളത്തിന്റെ തെങ്ങിന്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. അതായത് ഈ അടുത്ത ദിവസം ഗുജറാത്തിലെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ പഠനമാണ്, കോൺഗ്രസ് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ പഠനം അനുസരിച്ച് ഗുജറാത്തിലെ 9ാം സ്ഥാനമാണ് ഏരിയ അണ്ടർ കോക്കനട്ട്. അതായത് തെങ്ങ് കൃഷിയുടെ കാര്യത്തിലെ 9ാം സ്ഥാനമേ ഗുജറാത്തിനുള്ളൂ. പക്ഷെ ഈ അടുത്ത കാലത്ത് 2014-നും 2024-നും ഇടയ്ക്ക് വൻ കുതിച്ചു ചാട്ടമാണ് ഗുജറാത്തിലെ തേങ്ങ ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുള്ളത്. തേങ്ങ ഉൽപാദനത്തിൽ ഏരിയയിലും ഉണ്ടായിട്ടുണ്ട്. 900 ഹെക്ടർ 2014-നും 2024-നും ഇടയ്ക്ക് 4900 ഹെക്ടർ അധികം തെങ്ങ് കൃഷി അവിടെ വന്നിട്ടുണ്ടെന്നാണ് കണക്ക്, കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ കണക്ക് പറയുന്നത്. പക്ഷേ നാളികേരത്തിന്റെ ഉൽപാദനത്തിൽ വന്ന വർധനവാണ് അതിശ്രേഷ്ഠം. ഉൽപാദനത്തിൽ വന്ന നേട്ടം, അതിന്റെ കാരണം എന്താണ്? തേങ്ങാ ഉൽപാദനത്തിൽ ഒരു റവല്യൂഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിന് വേറെ കാരണങ്ങളൊന്നുമില്ല. ഈ കാലഘട്ടത്തില് 1 ഹെക്ടർ തെങ്ങ് കൃഷിക്ക് 37,500 രൂപ വരെ ഒരു കർഷകന് വായ്പയായിട്ട് കൊടുക്കും. അതായത് ആ കൃഷിയുടെ 75% ചെലവ്, തെങ്ങ് കൃഷിയുടെ ഒരു ഹെക്ടർ തെങ്ങ് കൃഷിക്ക് 75% ചെലവും വഹിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഒരു ഹെക്ടറിന് 37,500 രൂപ വരെ വായ്പ കിട്ടും. പിന്നെ അതുപോലെ ഈ 37,500 കിട്ടുന്നത് കൂടാതെ പെസ്റ്റിസൈഡ്, അതായത് നമുക്കറിയാം കേരളത്തിൽ തേങ്ങ ഇല്ലാതെ പോയതും തേങ്ങയുടെ വിലക്കയറ്റം ഉണ്ടാകുന്നതിന്റെ കാരണം ഒന്നാമത് ഈ അടുത്ത നാളിലൊന്നും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വേണ്ട രീതിയിൽ തെങ്ങിന് അപ്ലൈ ചെയ്യുന്നില്ല. തെങ്ങിന് എങ്ങനെയാണ് ഇപ്പൊ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്? 1 കിലോ നൈട്രജൻ ഇടുന്നു ഒരു തെങ്ങിനെന്നിരിക്കട്ടെ, 1/2 കിലോ ഫോസ്ഫേറ്റ് മതി, 2 കിലോ പൊട്ടാസ്യം വേണം. അതാണ് അതിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. തെങ്ങിന്റെ ഫെർട്ടിലൈസറിന്റെ പ്രപ്പോർഷൻ. നിങ്ങൾ 1 കിലോ നൈട്രജൻ ആണ് ഇടുന്നതെങ്കിൽ 1/2 കിലോ ഫോസ്ഫേറ്റ് ഇടണം, 2 കിലോ പൊട്ടാസ്യം ഇടണം. അങ്ങനെ വേണം ഒരു തെങ്ങിന് വളം ഇട്ട് കൊടുക്കാൻ. അത് ആകെപ്പാടെ എത്ര കിലോ ഇടണം എന്നുള്ളത് കാർഷിക വകുപ്പ് പഠിപ്പിച്ചു തരട്ടെ. അപ്പൊ അങ്ങനെ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ പെസ്റ്റിസൈഡ്സും, അതായത് മണ്ടരിയോ മണ്ടച്ചീയലോ അങ്ങനെ ഏത് തരം രോഗമുണ്ടോ അതിന് അനുസൃതമായ ചികിത്സാ വിധികൾ അതും കൂടി നടത്തുന്നതിന് 1 ഹെക്ടറിന് 5000 രൂപ വീതമാണ് ഗുജറാത്ത് കൊടുക്കുന്നത്. അപ്പൊ ഗുജറാത്ത് 17,500 രൂപ ഓരോ ഹെക്ടറിനും തെങ്ങ് കൃഷിക്ക് വേണ്ടി കൊടുക്കുന്നു. കൂടാതെ ഫെർട്ടിലൈസ് ചെയ്യാനും
ഈ പറയപ്പെട്ട കീടനാശിനിയെ ഉപയോഗിച്ച് തെങ്ങിനെ സംരക്ഷിക്കാനും പരിരക്ഷ ഒരുക്കാനും വേണ്ടി വേറൊരു 5000 രൂപ കൂടി കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ ഗുജറാത്ത് ഒരു നാളികേര ഉൽപാദന സംസ്ഥാനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തെങ്ങ് ഏറിയ കോക്കനട്ടിലേക്ക് ഏറിയ ഉള്ള സംസ്ഥാനം കേരളമാണ്. പക്ഷെ ഉൽപാദനത്തിൽ 3-ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളം ഉൽപാദനത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് ഗുജറാത്തിൽ ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, സമഗ്ര വികസനത്തിന് വേണ്ടി, അതായത് വേണ്ടി ആവശ്യമുള്ള വിത്ത്, വെള്ളം. കോക്കനട്ടിന് നല്ല നനവ് ആവശ്യമാണ് കേട്ടോ. അപ്പൊ വേനൽക്കാലങ്ങളിലൊക്കെ ഒരു 16 ലിറ്റർ വെള്ളം ഒരു ദിവസം ഒരു തെങ്ങിന് വേണമെന്നാണ് വേനൽക്കാലത്ത്. ആ വെള്ളമോ അതുപോലെ വേണ്ടത്ര വളമോ കൊടുക്കാത്തത് കൊണ്ടാണ്. ആ വെള്ളം കൊടുക്കാനുള്ള ഇറിഗേഷൻ ഫെസിലിറ്റി വേണം. കേരളത്തിന്റെ ഇറിഗേഷൻ ഫെസിലിറ്റി എത്ര? 44 പുഴകൾ ഉണ്ട് സുഹൃത്തുക്കളെ. പക്ഷേ ഓൾ ഇന്ത്യ തലത്തില് പുഴകളുടെ എണ്ണം കുറവാണ്. പക്ഷേ ഇറിഗേഷൻ ഒരു 47% കൃഷിയും ഇറിഗേറ്റഡ് ആണ് ഓൾ ഇന്ത്യ തലത്തിൽ. കേരളത്തിലെ 44 പുഴകൾ ഉണ്ടായിട്ടും 19% കൃഷിയെ ഇറിഗേറ്റഡ് ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പുകളിലുള്ള തെങ്ങൊക്കെ വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞ്, വളം കിട്ടാതെ ക്ഷീണിച്ച് മെലിഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് തേങ്ങ കൃഷിയില് 1-ാം സ്ഥാനത്താണ് ഏക്കറേജ്. പക്ഷേ ഉൽപാദനത്തിൽ 3-ാം സ്ഥാനത്താണ്. നമുക്ക് മുൻപിലാണ് തമിഴ്നാട്, കർണാടകം ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ നാളികേര കൃഷി നശിച്ചു പോകുന്നത്? ഗവൺമെന്റ് കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോ എനിക്ക് സോണിച്ചൻ പുളിങ്കുന്ന് കാർഷിക മേഖലയിലേക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിരിക്കുന്ന പണത്തെ പറ്റി 2023-24 വരെയുള്ള കണക്കിന്റെ ഒരു ഒരു PDF അയച്ചു തന്നു. ഞാൻ നോക്കിയപ്പോ എന്റെ അടുത്ത് ബജറ്റ് ഡോക്യുമെന്റ് ഇരിക്കുക. ആ ബജറ്റ് ഡോക്യുമെന്റ് ഇരിക്കുമ്പോ ഞാൻ പാവം 23-24 നോക്കണമല്ലോ. 25-26 കൃഷിക്ക് എന്ത് കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ ബാലഗോപാല് ഇവിടെ കൃഷിക്കായിട്ട് കൊടുത്തിരിക്കുന്നത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, അതായത് കൃഷിയും കാർഷികാനുബന്ധ ആവശ്യങ്ങളും മേഖലകളും അവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 7702.09 കോടി രൂപയാണ്. അപ്പൊ കേരള സംസ്ഥാനത്ത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത് 7702.09 കോടി രൂപയാണ്. അത്ര ചെറിയ ഒരു എമൗണ്ട് കൊണ്ട് കേരളത്തിന്റെ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ ആണ് കേരളത്തില്. തെങ്ങുണ്ട്, കശുമാവുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം വിളകളുണ്ട്, റബ്ബറുണ്ട്, നെൽകൃഷിയുണ്ട്, അങ്ങനെ നിരവധി തരം കൃഷികളുള്ള ഒരു കേരളം. ആ കേരളത്തിൽ 7702.09 കോടി രൂപ കൊണ്ട് എന്ത് കാർഷിക വികസനമാണ് സാധ്യമാവുക? അതുകൊണ്ടാണല്ലോ, അതായത് വയനാട് ജില്ലയിൽ നിന്ന് ആദിവാസികളെ തന്നെ വാച്ചർമാരായിട്ട് ആന വരുന്നതിനെയൊക്കെ നിരീക്ഷിക്കാനും ഒക്കെ ആദിവാസികൾക്ക് കുറച്ചും കൂടി ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവിടെ നിന്നുള്ളവർ പറയുന്നത് ആദിവാസികൾ ആനയുണ്ടെന്ന് കേട്ടാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോവില്ല. അതേ സമയത്ത് ആദിവാസികളല്ലാത്ത മൈഗ്രൻസ്, അതായത് അവിടെ സ്ഥിരതാമസമായിട്ടുള്ള പതിറ്റാണ്ടുകളായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ളവരും ചിലരൊക്കെ വാച്ചർമാരായിട്ടുണ്ട്. ഈ 2 കൂട്ടം വാച്ചർമാർക്ക് അവരുടെ ശമ്പളം കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ അവർ ആനയുടെ പുറകെ പോകുമോ ആനയുടെ കുത്തു മേടിക്കാനായിട്ട്? അപ്പൊ അതിന് പോലും പൈസ ഇല്ല. ഈ വാച്ചറായിട്ട് തദ്ദേശവാസികളെ അപ്പോയിന്റ് ചെയ്തിട്ട് ആ വാച്ചർമാരുടെ മിനിമം വളരെ ചെറിയ ശമ്പളമാണ് അവർക്ക് കൊടുക്കുന്നത്. അത് കൊടുക്കാൻ പോലും മെനക്കെടാത്ത ഒരു ഗവൺമെന്റ്. അപ്പൊ ഈ കാരണം എന്താ വെച്ചാൽ ബജറ്റിൽ കൊടുത്തിരിക്കുന്നത് 7702.0. ഇത് തന്നെ 7702 എന്ന് പറയുമ്പോ എങ്ങനെയാ കൊടുക്കുക? ശമ്പളവും ഒക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് 5819.86 കോടി. നമ്മൾ പറയുമല്ലോ, എന്താണ് പറയുക, പിന്നെ ആന വരുന്നത് തടയാൻ വേണ്ടിയിട്ട് വൈദ്യുതി വേലികൾ കെട്ടണം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടും. പക്ഷേ മൂലധന ചെലവിനായിട്ട് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത് 1882.23 കോടിയാണ്. അതായത് വൈദ്യുതി വേലി കെട്ടുകയോ
മറ്റെന്തൊക്കെയാണോ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആവശ്യമുള്ളത് അങ്ങനെയുള്ള മൂലധന ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ് ഒരു സംസ്ഥാനത്തിന് ആകെപ്പാടെ 1882.23 കോടി. ഇനി നമ്മൾ CAG റിപ്പോർട്ട് ഒന്ന് എടുത്തു നോക്കിയാലോ. ഇങ്ങനെ ഓരോ വകുപ്പിനും കൊടുത്തിരിക്കുന്ന പ്ലാൻ ഫണ്ട്, ഇങ്ങനെയുള്ള വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ടിനെയാണ് പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത്. പദ്ധതി വിഹിതം. ആ പദ്ധതി വിഹിതത്തിന്റെ 50% വെട്ടിക്കുറച്ചതായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി തന്നെ കഴിഞ്ഞ ഡിസംബറിൽ പറഞ്ഞിരുന്നു. 2024-25 ബജറ്റിലെ 50% പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്നു. അതിന്റെ പരിണത ഫലമാണ് നമ്മളിപ്പോ ആരോഗ്യ മേഖലയിൽ നോക്കിയാല്, വിദ്യാഭ്യാസ മേഖലയിൽ നോക്കിയാല് ട്രൈബൽ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കിട്ടുന്നില്ല, അവർക്ക് ബസ് ഇല്ല, അത് കാരണം അവരൊക്കെ വീട്ടിൽ പോയിരിക്കുകയാണ് സ്കൂളിൽ പോകാതെ. അങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചു. നോൺ പ്ലാൻ ഫണ്ട് കൊടുത്തിരിക്കുന്നത് ശമ്പളവും പെൻഷനും ആവശ്യങ്ങളും കൊടുക്കാൻ മാത്രമാണ് താനും ഉള്ളത്. അവിടെ പോലും കൊടുക്കാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ടാണല്ലോ വാച്ചർമാരുടെ ശമ്പളം കിട്ടുന്നില്ല എന്ന് അവര് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെന്നെ വിളിച്ച് ആവശ്യപ്പെടാറുണ്ട്, പ്ലീസ് ഞങ്ങളുടെ കാര്യം ഏഷ്യാനെറ്റിലോ മറ്റോ മനോരമയിലോ മാതൃഭൂമിയിലോ ചാനലിലോ ഒന്ന് പറ, അവര് പറഞ്ഞാലെങ്കിലും ഞങ്ങളുടെ ശമ്പളം കിട്ടട്ടെ എന്ന് പറയാറുണ്ട് ആ വാച്ചർമാരുടെ സമൂഹം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ ഇങ്ങനെ കുറച്ചു മാത്രം കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക, കാർഷിക മേഖലയ്ക്ക് ഒന്നാം പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ്. കാരണം അന്നമുണ്ടെങ്കിലേ നമുക്ക് ജീവിച്ചിരിക്കാൻ ഒക്കൂ. അത് മാത്രവുമല്ല, 2030 ആകുമ്പോഴത്തേനും മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, അതായത് പട്ടിണിയില്ലാത്ത, പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത, ഇത് രണ്ടും 2 ഗോൾസ്, 17 ഗോൾസ് ആണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ടുള്ളത്. അതിലെ 2 എണ്ണമാണ് പട്ടിണി ഇല്ലാത്ത ലോകം, അതുപോലെ പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത ലോകം. ഇത് രണ്ടും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം കാർഷിക മേഖലയ്ക്ക് വേണ്ടി ആരും നയരൂപീകരണം നടത്താനും ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനും. അപ്പൊ അത് കേരള ഗവൺമെന്റ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ സോണിച്ചൻ പുളിങ്കുന്നിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാല് എല്ലാ തൊഴിലാളി സംഘടന, അതായത് കാർഷിക മേഖലയിലുള്ള എല്ലാ തൊഴിലാളി യൂണിയനുകളും കൂടി ചേർന്ന് നിന്ന് കർഷകരുടെ ആവശ്യങ്ങളാണ് ഇവയൊക്കെ അതായത് ഓർമ്മയുണ്ടല്ലോ, നരേന്ദ്രമോദി മുട്ടുമടക്കിയൊന്നുമില്ല. നരേന്ദ്രമോദി അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു വിട്ടേ ഉള്ളൂ, ഒരു കാര്യം ഇപ്പോഴും നടത്തിയിട്ടൊന്നുമില്ല. അതായത് 800 ദിവസത്തിലധികം നീണ്ട സമരം നടത്തി ഓൾ ഇന്ത്യ കർഷക യൂണിയനുകളെല്ലാം, ഈവൻ BMS പോലും സമരത്തിൽ പങ്കെടുത്തു. എന്നിട്ട് പോലും അവരെ സമാശ്വാസമൊക്കെ പറഞ്ഞു വിട്ടു, കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ ഇവിടെയും കേരളത്തിലും അതുപോലെ കർഷക യൂണിയൻ, എല്ലാ തരം യൂണിയനുകളും കൂടി ഒന്നിച്ചു നിന്ന് ഗവൺമെന്റിന്റെ മുൻപില് ആവലാതികളും വ്യവലാതികളും പറയണം. അത് മാത്രവുമല്ല, ആശാസമരക്കാര് പോലെ അല്ലല്ലോ കർഷകർ ഈ സംസ്ഥാനത്തെ ഊട്ടുകയും തീറ്റുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ ആണ് ഇവിടുത്തെ ക്യാമ്പസുകളിൽ സ്റ്റാർട്ടപ്പുകളായിട്ട് വളർന്നു വരികയും അവർക്ക് ഇന്റേൺഷിപ്പ് ഫെസിലിറ്റി കൊടുക്കുകയും ചെയ്യേണ്ടത്. ഇതൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ സർക്കാരിന്റെ മുൻപില് ശക്തമായി നിങ്ങൾ കാർഷിക മേഖലയെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഗവൺമെന്റ് വരുന്നവരെ കാത്തിരിക്കാം എന്നുള്ളതാണ്. ഇനി ആ ഗവൺമെന്റും ഈ ഗവൺമെന്റ് തന്നെ ഇത് തന്നെ എക്സ്റ്റൻഷൻ ആയിരിക്കുമോ, അത് നമ്മുടെ നാട്ടുകാരുടെ യുക്തിബോധം അനുസരിച്ചിരിക്കും. അവർക്ക് തോന്നുന്നു ഈ ഗവൺമെന്റ് തന്നെ വീണ്ടും വരണോ എന്നാണെങ്കിൽ വരട്ടെ, അതല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ ഇത് ഞാൻ പ്രിയപ്പെട്ട സോണിച്ചൻ, അതായത് കാലിൽ കുപ്പിച്ചില്ലുകൊണ്ട് വളരെ ദയനീയമായി വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സോണിച്ചന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത്. സോണിച്ചൻ സമാധാനമായിട്ടിരിക്കണം. എല്ലാ കർഷകരെ സ്നേഹിക്കുന്നവരാണ് മലയാളികളിൽ ഭൂരിഭാഗം പേരും. അവരെല്ലാം സോണിച്ചനെ പോലുള്ള കർഷകരുടെ, ദുരിതം അനുഭവിക്കുന്ന കർഷകരുടെ പുറകിലുണ്ട്. അപ്പോ അമ്മത്തൊട്ടിൽ പോലെ കുപ്പിത്തൊട്ടിൽ സൃഷ്ടിക്കുമോ, ഇല്ലെങ്കിൽ മദ്യത്തിന് വേണ്ടി പുറം ലോകത്തേക്ക് പോകുന്ന കുപ്പികളെല്ലാം തിരിച്ചെടുക്കാൻ എന്ത് സംവിധാനം ഗവൺമെന്റ് ചെയ്യും? ശക്തമായ സംവിധാനം അത്യാവശ്യമാണ്.
സോണിച്ചൻ തന്നെ പറയുന്നത് ആലപ്പുഴയിലെ ഗ്ലാസ് ഫാക്ടറി അടച്ചുപൂട്ടിപ്പോയി, അതിനെ വീണ്ടും തുറന്ന് ഈ ഇങ്ങനെയുള്ള കുപ്പികളെയൊക്കെ റീസൈക്കിൾ ചെയ്ത് മറ്റുൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള സൗകര്യം കൊണ്ടുവരട്ടെ ഗവൺമെന്റ്, അപ്പോൾ ഈ അപകടം ഒഴിവാകുമല്ലോ എന്നാണ്. ആയിരക്കണക്കിന് ആൾക്കാര് കുപ്പിച്ചില്ല് കൊണ്ട് മുറിപ്പെടുന്നുണ്ട് എന്നാണ് സോണിച്ചന്റെ വായിൽ നിന്ന് ഞാൻ കേട്ടത്. എന്തായാലും ഞാൻ ഇത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി കുപ്പിച്ചില്ലിന് പരിഹാരം കാണുന്നത് പോലെ തന്നെ കാർഷിക മേഖലയുടെ സംരക്ഷണത്തിനും ഒരു പരിശ്രമം നടത്തണ്ടേ. കാർഷിക മേഖലയുടെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പുനരുദ്ധാരണമാണ്, നമ്മുടെ വരും തലമുറയുടെ പുനരുദ്ധാരണമാണ് എന്ന് നാം തീർച്ചയായും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.